സാറേ സാറേ ഫോൺ. ദൈവമേ, ആ ഉണ്ടവാസം എന്നെ വിളിക്കാന്ന് പറഞ്ഞതാ. ഞാൻ ഇവിടുത്തെ നമ്പറാ കൊടുത്തത്. ഈ പോലീസുകാർക്ക് ഉത്തരവാദിത്തമില്ലെന്ന് വെച്ചാ ഈ അയ്യൊന്ന് വിളിച്ചേ. ഞാൻ ഹലോ ഉണ്ടവാസാ. സോറി കൊടുക്കാം സാറേ. സാറേ ഫോൺ. സാർ, എന്റെ പേര് രാമകൃഷ്ണൻ. നല്ല പേര്. പേര് പറയാനാ വിളിച്ചേ? ഞങ്ങള് കുറച്ചുനാളെ സ്ഥലത്തുണ്ടാവില്ല, വീട് പൂട്ടി പോവാ. നിങ്ങൾ വീട് പൂട്ടി പോണതിന് ഞാനെന്ത് ചെയ്യാനാ? വീട് പൂട്ടി പോകുമ്പോ സ്റ്റേഷനെ വിളിച്ചറിയിക്കണം എന്നുള്ള പരസ്യം കാണാറുണ്ട്, അതുകൊണ്ട് വിളിച്ചാ. ഓ അങ്ങനെ. അഡ്രസ് പറ. ഫ്ലാറ്റ് നമ്പർ 12B. ഒരു മിനിറ്റ്, ഞാനൊന്ന് എഴുതിക്കോട്ടെ. സാർ ചോദിച്ചോ, ഞാൻ എഴുതിക്കോളാം. ഫ്ലാറ്റ് നമ്പർ 12B. ഫ്ലാറ്റ് നമ്പർ 12B. സ്കൈ ലൈൻ മാവേലിപുരം കോളനി. മാവേലിപുരം കോളനി. സാറേ കറക്റ്റ് സ്പോട്ട് ഒന്ന് വെച്ചാ. കുരിശുപള്ളിക്കപ്പുറം. കുരിശുപള്ളിക്കപ്പുറം. അപ്പൊ ഒരു മാസം അവിടെ ആരും ഉണ്ടാവില്ല. ഒരു മാസം അമ്മടെ പൊളുസോ. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. ഇടാ തുറപ്പാ, നീയാണല്ലേ ഇത് എഴുതിയത്? നീ ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. മാച്ചോളാ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. മണ്ടൻ. അല്ല, വായിക്കാൻ അറിയാൻ പാടില്ല, ഞാനൊരു മണ്ടനാന്ന് പറഞ്ഞതാ. സാറേ, ഉത്സവം കഴിഞ്ഞ് കൊടി ഇറങ്ങി, ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. പൊയ്ക്കോ, സമയങ്ങളല്ലേ. പിന്നെ ആ SI പീതാംബരൻ സാറിന്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ഒരു മൊബൈൽ ഫോണേ. എന്തിനാ അതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ? അത് എന്നെ അടിച്ചേരിഞ്ഞ. അതെ, ഇത് ഇവിടുത്തെ പേന എവിടെ ഇരിക്കട്ടെ. ഇല്ല, ഞാൻ പോകുമ്പോ പാറാവാൻ എന്നെ കള്ളാന്ന് വിളിക്കും. 12B സ്കൈ ലൈൻ. സത്യസന്ധനായ കള്ളൻ. യെസ്, പോലീസ് സ്റ്റേഷൻ. ഹലോ, ഞാൻ സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാ. കുറെ നേരമായി ട്രൈ ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ ആരും ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബോ? സിറ്റി ഹോസ്പിറ്റലോ? ഉടനെ എത്തിയില്ലെങ്കിൽ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് പറഞ്ഞാലോ? വേണ്ട, വ്യാജ ഫോണോ മറ്റുവാണെങ്കിൽ എന്റെ പണി പോവും. SIക്ക് വിളിച്ച് പറഞ്ഞ് അയാളെ കൊണ്ട് പറയിപ്പിക്കാം. പോണെങ്കിൽ അയാളുടെ പണി പോട്ടെ. ട്വൽബിയിൽ രാമകൃഷ്ണനും കുടുംബം ടൂർ പോയിരിക്കാം. കള്ളന്മാര് കയറാണ്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ SI പീതാംബരനുള്ളപ്പോ ഇവിടെ ഏത് കളറാടി കയറുന്നത്? വെയിറ്റ് ചെയ്യണം സാർ. ഈ കാറ് പോരാതെ വരും. സാധനങ്ങൾ ഒരുപാടുണ്ടാവും. ഞാൻ ABTയുടെ പാർസൽ ലോറി പറഞ്ഞിട്ടുണ്ട്. ടാക്സി. സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. ബേട്ടി, ആജ് നഹീ ബേട്ടി, ഫിർ കിസി ദിൻ. മധുരം കഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ കേക്കില്ല. എന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാൻ മടി. ठीक है. മോനപ്പഞ്ച്, ഇത് കറക്റ്റാ. കഥ തച്ചി. Oh, 12B. This is too much. സാറേ, SI സാറേ, ഈ പൊട്ടന് ചെവി കേൾക്കാൻ പാടില്ല. പീതാംബരൻ സാറേ, ഇറങ്ങി വാ, ബോംബ് വെച്ചിട്ടുണ്ട്. എന്താ? പീതാംബരൻ സാറേ, ബോംബ് വെച്ചിട്ടുണ്ട്. രമണി, എന്താ ഈ ബിൽഡിംഗിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എടുത്തോ. ദൈവമേ, മിക്സി. ഈശ്വര, ഞാൻ എന്തൊക്കെ എടുക്ക ദൈവമേ. TV. ചേട്ടാ, ഇല്ല, ഇങ്ങ് വന്നേ. എന്താ? ഇത് എടുക്കാൻ പറ്റുന്നില്ല. ചാവാൻ പോകുമ്പോഴ അവിടെ ആക്രാന്തം. കുഞ്ഞിനെ ഞാനിത് മറന്നു. മോനെ, എഴുന്നേക്കടാ. അയ്യോ, എന്റെ ലൈറ്റ്. വരിക. അവിടെ നിന്ന് നിങ്ങളുടെ പകുതി മീശ അവിടെ പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുഴുവൻ അടിച്ചിട്ട് താഴേക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ നാണക്കെട്ട് മുഴുവൻ എനിക്ക് പറഞ്ഞേക്കാം. ചാമ്പലാകാൻ പോകുന്നു. എന്തിനാടി കപ്പടാ മീശ? ബോംബ് പൊട്ടും, വേറെ സ്ഥലം കാലിയാക്കാം. പിള്ളേരെല്ലാം ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ ഒന്ന് മാറിയില്ല. ഒന്ന് എടുക്കോ? പിന്നെന്താ? മുത്തശ്ശനെ ഇതിനൊക്കെ ചത്തിട്ട് എടുത്താ പോരെ. ഒരു മാസത്തേക്ക് ഇനി പണിക്ക് പോകണ്ട. എന്താ ഒരു ബഹളം? ഫ്ലാറ്റിലുള്ളൊരു മൊത്തം ടൂർ പോവുകയാണോ? കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ? എന്റെ ദൈവമേ, എന്താ എല്ലാരും ഓടുന്നത്? ഫ്ലാറ്റിൽ ആരും ബോംബ് വെച്ചിട്ടുണ്ട്.
ആദ്യം ജീവൻ താഴെ എത്തിക്കാൻ. അയ്യോ, ഇവിടുന്ന് താഴേക്ക് ചാടിയാ ജീവൻ മുകളിലേക്ക് പോകും. ഐഡിയ, നമ്മുടെ പുളിസോ ബെഡിനെ ഞാൻ സാൻഡ്വിച്ച് ആക്കും. ഓക്കേ. ഈശ്വര, പറയണ്ടായിരുന്ന ചോറുണ്ണു എടുത്തിട്ട് പോന്നു. എന്താണെന്ന് പറഞ്ഞേ, ഇതെന്താ കൂട്ടം കേട്ടോ ആള് മത്സരം ഒഴിക്കും. സാറ് ഫാമിലി ആയിട്ട് ഓടി വന്നി സാറേ എന്തുപറ്റി? സമയമായി. ഇവിടെ വെച്ചിട്ടുണ്ടോ? ഞാനില്ലേ പറഞ്ഞ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അത് ഇവിടെ അല്ല, സിറ്റി ഹോസ്പിറ്റലിൽ. ചവിട്ടോട്ടിരുന്ന് ചിരിക്കുന്ന സാറിന്റെ വീഴ്ച കണ്ടിട്ട്. എന്റെ മീശയുടെ സൗന്ദര്യം നോക്കി നിൽക്കാണ്ട് താൻ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും വേഗം ആശുപത്രിയോട്ട് ചെല്ലോ. ഞാൻ ബാക്കി പഠിച്ചിട്ട്